7 സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. ഇതൊരു സ്കില്ലാണ്, അത് പഠിച്ചെടുക്കുക. 8 ഫൈനാൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സേവ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെയും പഠിക്കാനായിട്ട് ശ്രമിക്കുക മൈൻഡ്ഫുള്ളി. 9 പണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക. എപ്പോഴും ഇല്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കുക. നമുക്കറിയാം, അൽഹംദുലില്ലാ, ദൈവത്തോട് നന്ദി പറയുന്ന സമയത്താണ് ലൈഫിൽ വർധനവുണ്ടാവുന്നല്ലേ. ഇസ്ലാമികമായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അൽഹംദുലില്ലാ പറയുന്നത്. അതുപോലെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നന്ദി പറയുന്നതിൽ വർധനവുണ്ടാവും എന്നുള്ളത്. 9 പണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക. നമ്മൾ എല്ലാറ്റിലും അൽഹംദുലില്ലാ പറയുമ്പോൾ, താങ്ക് ഗോഡ് പറയുമ്പോഴും മറന്നു പോകുന്നൊരു സംഗതിയായിരിക്കാം പൈസ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സംഗതിയാണ്. പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലേ? പക്ഷേ പൈസയെക്കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവായിട്ട് കൂടുതലും സംസാരിച്ച് പോകാറുണ്ട്. അയ്യോ, ഇന്ന കാര്യത്തിന് ഇതെത്തുമോ, ഇന്ന കാര്യം നടക്കുമോ, കയ്യിൽ ഇത്രയല്ലേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ വർഷങ്ങൾ, നമ്മുടെ പുറകോട്ടുള്ള വർഷങ്ങൾ നോക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പൈസ കൊണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മളില്ല എന്ന് വിചാരിക്കുമ്പോഴും നമ്മൾ എത്രയോ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇല്ലായ്മ ചിന്തിക്കുമ്പോഴും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഉള്ളത് പറയാൻ പറ്റില്ല എന്നാണെങ്കിൽ ഓക്കെ, സൈലൻ്റ് ആയിട്ടിരിക്കാം. നല്ലത് മാത്രം പൈസയെക്കുറിച്ച് ചിന്തിക്കാം. പൈസ സമാധാനം തന്നെയാണ് തീർച്ചയായും. അത് പൈസ ഇല്ലാത്ത സമയത്ത് സമാധാനക്കുറവ് അനുഭവിച്ച ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. പണം സമാധാനമാണ്. പണം കൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് സമാധാനം കൊടുക്കാനും കഴിയും. പണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഇല്ലായ്മയെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതിന് പകരം പണം ഉണ്ടാക്കാനുള്ള നല്ല വഴികൾ നോക്കാം.